ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് വരാക്ടർ ഡയോഡ് എഫ് എം മോഡുലേറ്റർ എന്നുള്ള ടോപ്പിക്കാണ്. ഈ ടോപ്പിക്ക് മെയിൻലി വരുന്നത് ഫിഫ്ത്ത് മൊഡ്യൂളിൻ്റെ കൂടെയാണ്. ഫിഫ്ത്ത് മൊഡ്യൂളിൽ സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നൊരു സെഷനാണ് വരാക്ടർ ഡയോഡ് എഫ് എം മോഡുലേറ്റർ. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ പി എം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്, വരാക്ടർ ഡയോഡ് മോഡുലേറ്റർ. നമുക്ക് ശരിക്ക് എഫ് എം ജനറേഷൻ എന്നുള്ളൊരു സെഷനാണ് ഇതിൽ പഠിക്കാനുള്ളത്. ടിപ്പിക്കലി നമ്മൾ എഫ് എം ജനറേഷനിൽ രണ്ട് ടൈപ്പ് മെത്തേഡുകളാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്, ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും. ഡയറക്റ്റ് മെത്തേഡിൽ രണ്ട് ടൈപ്പ്, റിയാക്റ്റൻസ് മോഡുലേറ്ററും വരാക്ടർ ഡയോഡ് മോഡുലേറ്ററും. അതുപോലെ ഇൻഡയറക്റ്റ് മെത്തേഡിൽ ആംസ്ട്രോങ് മെത്തേഡ്. അപ്പോൾ ഈ മൂന്ന് മെത്തേഡിൽ ഒരു മെത്തേഡാണ് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുക. അപ്പോൾ ഇതിലൊരു മെത്തേഡായ വരാക്ടർ ഡയോഡ് മോഡുലേറ്റർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ടിപ്പിക്കലി നമ്മൾ വരാക്ടർ ഡയോഡൊക്കെ പ്രീവിയസ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. വരാക്ടർ ഡയോഡ് ഈസ് ബേസിക്കലി ഒരു വേരിയബിൾ കപ്പാസിറ്റർ ആയിട്ടാണ് ടിപ്പിക്കലി ഒരു വരാക്ടർ ഡയോഡ് ആക്ട് ചെയ്യുന്നത്. വേരിയബിൾ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങളതിൻ്റെ സിമ്പിൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഫസ്റ്റ് ഇനീഷ്യലി ഒരു ഡയോഡും സെക്കൻഡ് ഒരു കപ്പാസിറ്ററുമാണ് വരുന്നത് വരാക്ടർ ഡയോഡിൻ്റെ സിമ്പിളിൽ. അതിൻ്റെ ടിപ്പിക്കൽ ക്യാര നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാനൊരു റിവേഴ്സ് ക്യാരയാണ് വരച്ചിരിക്കുന്നത്. എക്സ് ആക്സിസിൽ വോൾട്ടേജും വൈ ആക്സിസിൽ കപ്പാസിറ്റൻസുമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ദ മാക്സിമം കപ്പാസിറ്റൻസ് വിൽ ഒക്കർ അറ്റ് 0 വോൾട്ടേജ്. 0 വോൾട്ടേജിൻ്റെ മൊമെൻറ്റിൽ എനിക്ക് കിട്ടുന്ന കപ്പാസിറ്റൻസ് മാക്സിമമാണ്. സോ റിവേഴ്സ് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസ് കുറയും. സോ നമുക്ക് ജനറലി പറയാം റിവേഴ്സ് വോൾട്ടേജും കപ്പാസിറ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഈ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ വരാക്ടർ ഡയോഡിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ വരാക്ടർ ഡയോഡ് വെച്ചിട്ടുള്ള സർക്യൂട്ട്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് വരാക്ടർ ഡയോഡ് യൂസ് ചെയ്തിട്ട് എഫ് എം നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതെന്നാണ് പഠിക്കാനുള്ളത്. ഫ്രീക്വൻസി മോഡുലേഷൻ. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി മോഡുലേഷൻ ഓൾറെഡി നമുക്കറിയാം. ഫ്രീക്വൻസി മോഡുലേഷൻ്റെ കേസിൽ ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ആംഗിൾ മോഡുലേഷൻ. സോ ഫ്രീക്വൻസി മോഡുലേഷനിൽ നമുക്ക് ഒരു മോഡുലേറ്റിംഗ് സിഗ്നൽ, ഒരു കാരിയർ സിഗ്നലുണ്ട്. സോ എഫ് എം ഈസ് ബേസിക്കലി the process of changing the frequency of carrier signal with respect to modulating signal where amplitude is constant. അതാണല്ലോ ടിപ്പിക്കലി എഫ് എം എന്ന് പറയുന്നത്. അതായത് എഫ് എമ്മിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹാഫ് സൈക്കിൾസ്, നമുക്ക് മോഡുലേറ്റിംഗ് സിഗ്നലും കാരിയർ സിഗ്നലും ഉണ്ട്. കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും മോഡുലേറ്റിംഗ് സിഗ്നലിനനുസരിച്ച്. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരികയാണെങ്കിൽ കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കൂടും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരികയാണെങ്കിൽ കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കുറയും. ഈ രീതിയിലാണല്ലോ എഫ് എം വർക്ക് ചെയ്യുന്നത്. ത്രൂ ഔട്ട് ഈ എഫ് എമ്മിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു 100 ഹെർട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന കാരിയർ എങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ മാക്സിമം പീക്കിൽ എനിക്ക് എത്ര കിട്ടും? ഒരു എക്സാമ്പിൾ പറയുകയാണ്, 120 ഹെർട്സ് ആണ് കിട്ടുന്നതെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഏറ്റവും മിനിമം പോയിന്റിൽ എനിക്ക് എത്ര ഫ്രീക്വൻസി കിട്ടും? 80 ഹെർട്സ്. അതായത് 100 ഹെർട്സ് ആയ കാരിയർ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ 120 ആയി, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ 80 ആയി. ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഫ്രീക്വൻസി ഡീവിയേഷൻ 20 ഹെർട്സ് ആണ്. 20 ഹെർട്സ് കൂടി, 20 ഹെർട്സ് കുറഞ്ഞു. ഈ രീതിയിലാണല്ലോ നമ്മൾ ടിപ്പിക്കലി എഫ് എമ്മിൻ്റെ വർക്കിംഗ് പറയുന്നത്. സോ എഫ് എം, ഈ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് വരാക്ടർ ഡയോഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ എഫ് എം ജനറേറ്റ് ചെയ്യുന്നു നോക്കാം. സോ ഇതാണ് ടിപ്പിക്കലി അതിൻ്റെ സർക്യൂട്ട്. വരാക്ടർ ഡയോഡ് എഫ് എം മോഡുലേറ്ററിൻ്റെ ടിപ്പിക്കൽ സർക്യൂട്ടാണ്. ഈ ടിപ്പിക്കൽ സർക്യൂട്ടിലെ ഏറ്റവും മെയിൻ കമ്പോണൻറ്റ് വരാക്ടർ ഡയോഡ് തന്നെയാണ്. സോ വരാക്ടർ ഡയോഡിൻ്റെ റിവേഴ്സ് ക്യാരിയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചത്. ആ ഒരു കോൺസെപ്റ്റിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് രണ്ട് ടൈപ്പ് സിഗ്നലാണ് വരാക്ടർ ഡയോഡിലുള്ളത്. ഒന്ന് മോഡുലേറ്റിംഗ് സിഗ്നലും ഒന്ന് കാരിയർ സിഗ്നലും. സോ മോഡുലേറ്റിംഗ് സിഗ്നലാണ് ടിപ്പിക്കലി ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് എ എഫ് ഇൻപുട്ട്. ഈ എ എഫ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ മോഡുലേറ്റിംഗ് സിഗ്നലാണ്. സോ കാരിയർ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത് ഈ ടാങ്ക് സർക്യൂട്ട് വഴിയാണ്. L1 ആൻഡ് C1 എന്നുള്ള ടാങ്ക് സർക്യൂട്ട് വഴിയാണ് നമുക്ക് കാരിയർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ മോഡുലേറ്റിങ്ങും കാരിയറും നമുക്ക് കിട്ടി. നമ്മൾ എങ്ങനെയാണെന്ന് മോഡുലേറ്റിംഗ് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നത് നോക്കാം. സോ ഇതിൽ ഓരോ കോമ്പണൻറ്റിൻ്റെ റോൾ നോക്കുകയാണെങ്കിൽ ഈ L1 C1 ഫോം ദി ടാങ്ക് സർക്യൂട്ട് ഓഫ് ദി കാരിയർ ഓസിലേറ്റർ. ഇവിടെ കൊടുത്തിരിക്കുന്ന L1 ഉം C1 ഉം എന്താണ്? ടാങ്ക് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്നു. ടിപ്പിക്കലി പിന്നെ വരുന്നത് രണ്ട് റെസിസ്റ്റേഴ്സാണ്, R1 R2. ഇത് ടിപ്പിക്കലി ഈ റെസിസ്റ്റേഴ്സ് ഫിക്സ്ഡ് ബയാസ് റെസിസ്റ്റേഴ്സാണ്. അപ്പോൾ
അതിന് മുന്നേ ആയിട്ട് നമുക്കൊരു RFC ഉണ്ട് അല്ലേ, റേഡിയോ ഫ്രീക്വൻസി ചോക്ക്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നമ്മൾ L1C1ൻ്റെ റോള് പറഞ്ഞു. റേഡിയോ ഫ്രീക്വൻസി ചോക്ക് അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി കോയിൽ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ ഹൈ റിയാക്റ്റൻസ് അറ്റ് കാരിയർ ഫ്രീക്വൻസി ടു പ്രിവെൻറ്റ് ദി കാരിയർ സിഗ്നൽ ഫ്രം ഗെറ്റിംഗ് ഇൻ ടു ദി മോഡുലേറ്റിംഗ് സിഗ്നൽ സർക്യൂട്ട്. അതായത് കാരിയർ സിഗ്നലും മോഡുലേറ്റിംഗ് സിഗ്നലും അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നലിൽ കാരിയർ സിഗ്നൽ വരാതിരിക്കാൻ ഉള്ള പ്രിവെൻഷന് വേണ്ടിയിട്ടാണ് നമ്മൾ RFC യൂസ് ചെയ്യുന്നത്. ഒരു ഹൈ റിയാക്റ്റൻസ് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് സിഗ്നലും മിക്സായി പോവാതിരിക്കാനാണ് നമ്മൾ ടിപ്പിക്കലി എന്ത് യൂസ് ചെയ്യുന്നത്, RFC യൂസ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ഒരു ഫിൽറ്റർ അല്ലേ, ഒരു പ്രിവെൻഷൻ സർക്യൂട്ടായിട്ടാണ് RFC യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം രണ്ട് റെസിസ്റ്റേഴ്സ് R1 R2 എന്നുള്ള രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഈ റെസിസ്റ്റൻസ് ടിപ്പിക്കലി ഫിക്സ്ഡ് ബയാസ് റെസിസ്റ്റേഴ്സാണ്. അപ്പോൾ മൊത്തം ഈ രണ്ട് റെസിസ്റ്റേഴ്സിൻ്റെയും മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെയും വാല്യൂ ആണ് നമ്മൾ എന്തിനെ ചേഞ്ച് ചെയ്യിക്കുന്നത്, ഈ വരാക്ടർ ഡയോഡിൻ്റെ വാല്യൂവിൽ ചേഞ്ച് വരുന്നത്. അപ്പോൾ ദ കപ്പാസിറ്റൻസ് ഓഫ് വരാക്ടർ ഡയോഡ് ഡിപ്പെൻഡ്സ് ഓൺ ഫിക്സ്ഡ് ബയാസ് സെറ്റ് ബൈ R1 ആൻഡ് R2 ആൻഡ് AF മോഡുലേറ്റിംഗ് സിഗ്നൽ. മോഡുലേറ്റിംഗ് സിഗ്നലും R1 R2നെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരാക്ടർ ഡയോഡിൽ ജനറേറ്റ് ചെയ്യുന്ന കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ഇരിക്കുന്നത്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. വരാക്ടർ ഡയോഡിൻ്റെ പ്രിൻസിപ്പിൾ പ്രകാരം വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസ് കുറയും, അങ്ങനെയാണല്ലോ. അതുപോലെ വോൾട്ടേജ് കുറയുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും, ഇതാണ് ഇതിൻ്റെ ലോജിക്ക്. അപ്പോൾ ഈ ലോജിക്ക് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ടിപ്പിക്കലി നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് മോഡുലേറ്റിംഗ് സിഗ്നൽ വരുന്നതെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എൻ്റയർലി സംഭവിക്കുന്ന കാര്യം റിവേഴ്സ് ബയാസ് കൂടും. അതുപോലെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും, കുറയും. ഫ്രീക്വൻസി ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, കൂടും. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നമുക്കറിയാം കപ്പാസിറ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി അല്ലേ, ഈ കോൺസെപ്റ്റ് നമുക്കറിയാലോ. കപ്പാസിറ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫ്രീക്വൻസി എന്ത് ചെയ്യും, കൂടും. അപ്പോൾ വളരെ ക്ലിയർ ആണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്താ സംഭവിക്കുക, വരാക്ടർ ഡയോഡിന് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ റിവേഴ്സ് ബയാസ് കൂടും. റിവേഴ്സ് ബയാസ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന പ്രോസസ്സ് എന്താണ്, ഇതിൻ്റെ കപ്പാസിറ്റൻസ് കുറയും. കപ്പാസിറ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഫ്രീക്വൻസി കൂടും. ഈ രീതിയിലാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വർക്ക് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മോഡുലേറ്റിംഗ് സിഗ്നലിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരികയാണെങ്കിലോ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന മൊമെൻറ്റിൽ റിവേഴ്സ് ബയാസ് കുറയും. അല്ലെങ്കിൽ നമുക്ക് ടിപ്പിക്കലി പറയാം കപ്പാസിറ്റൻസ് കൂടും. നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് വരുന്നതെങ്കിൽ മൊത്തം കപ്പാസിറ്റൻസ് വാല്യൂ കൂടും. മൊത്തം കപ്പാസിറ്റൻസ് വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഫ്രീക്വൻസി കുറയും. അപ്പോൾ വളരെ ക്ലിയർ ആണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. നമ്മൾ ഈ വരാക്ടർ ഡയോഡിലേക്ക് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് വരുന്നതെങ്കിൽ ടിപ്പിക്കലി എന്ത് ചെയ്യും, ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടുത്തെ കപ്പാസിറ്റൻസിനെ അത് എഫക്റ്റ് ചെയ്യും. കപ്പാസിറ്റൻസ് കുറയും. കപ്പാസിറ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫ്രീക്വൻസി എന്ത് ചെയ്യും, നമ്മളിവിടെ കാരിയറിൽ സെറ്റ് ചെയ്തൊരു ഫ്രീക്വൻസി ഇല്ലേ, ആ ഫ്രീക്വൻസി ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, കൂടും. ഇതാണ് സംഭവിക്കുക. ഇതേപോലെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴോ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ വരാക്ടർ ഡയോഡിൻ്റെ കപ്പാസിറ്റൻസിന് എന്ത് സംഭവിക്കും, വരാക്ടർ ഡയോഡിൻ്റെ കപ്പാസിറ്റൻസ് കൂടും. വരാക്ടർ ഡയോഡിൻ്റെ കപ്പാസിറ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മൾ സെറ്റ് ചെയ്ത കാരിയർ ഫ്രീക്വൻസി എന്ത് ചെയ്യും, കുറയും. ഇതാണല്ലോ ലോജിക്ക്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരും. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, കുറയും, ഫ്രീക്വൻസി കൂടും. അപ്പോൾ 100 ഹെർട്സ് എന്നുള്ള കാരിയറാണ് ഞാൻ സെറ്റ് ചെയ്തെങ്കിൽ അതൊരു 120 ഹെർട്സ് ആയിട്ട് മാറും. എവിടെ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ. ഇതേ കോൺസെപ്റ്റിൽ 100 ഹെർട്സ് ആണ് ഞാൻ സെറ്റ് ചെയ്ത കാരിയർ ഫ്രീക്വൻസി എങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ 100 ഹെർട്സ് എന്തായിട്ട് മാറും, 180 ഹെർട്സ് ആയിട്ട് മാറും. ഇതാണല്ലോ ലോജിക്ക്. അപ്പോൾ ഒന്നുമില്ല, ഈ ടാങ്ക് സർക്യൂട്ടിലുള്ള കാരിയർ ഫ്രീക്വൻസീനെ നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ചേഞ്ച് ചെയ്യും. ഇതാണ് ടിപ്പിക്കലി ഈ വരാക്ടർ ഡയോഡ് FM മോഡുലേറ്ററിൻ്റെ വർക്കിംഗ്. ഓക്കെ, അപ്പോൾ ഇതിലെങ്ങനെയെന്ന് ചോദിക്കുക, ഇതിൽ എക്സാമിന് ചോദിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ് വരാക്ടർ ഡയോഡ്, വരാക്ടർ ഡയോഡിൻ്റെ സിമ്പൽ എങ്ങനെയാണ്, വരാക്ടർ ഡയോഡിൻ്റെ ക്യാര നമ്മൾ എങ്ങനെ വരയ്ക്കും, എങ്ങനെ അത് വർക്ക് ചെയ്യുന്നതിൻ്റെ ബേസിക് ലോജിക്ക് എന്താണ്, അതുപോലെ വരാക്ടർ ഡയോഡ് എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ FM വേവ് എങ്ങനെയാണ് വരാക്ടർ ഡയോഡ് വെച്ച് മോഡിഫൈ ചെയ്യുന്നത്, അതുപോലെ എന്താണ് വരാക്ടർ ഡയോഡിൻ്റെ റോള്. അപ്പോൾ ഇതിൽ വരാക്ടർ ഡയോഡിനാണ് മെയിൻ റോൾ. ഇതിൽ ബാക്കി എല്ലാ കോമ്പണൻസും എക്സ്പ്ലെയിൻ ചെയ്യണം. L1C1 എന്നുള്ളത് ടാങ്ക് സർക്യൂട്ട്, RFC എന്നുള്ളത് കാരിയർ സിഗ്നലിൻ്റെ എൻട്രി മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ സൈഡിലേക്ക് ബ്ലോക്ക് ചെയ്യാനാണ് RFC യൂസ് ചെയ്യുന്നത്. രണ്ട് റെസിസ്റ്റേഴ്സ് ഫിക്സ്ഡ് ബയാസ് റെസിസ്റ്റേഴ്സായിട്ട് ആക്ട് ചെയ്യും. ഈ രണ്ട് ഫിക്സ്ഡ് ബയാസ് റെസിസ്റ്റേഴ്സിൻ്റെയും IF ഇൻപുട്ടിനെയും വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എക്സാക്ട്ലി എന്തിരിക്കുന്നത്, നമ്മുടെ വരാക്ടർ ഡയോഡിൻ്റെ കപ്പാസിറ്റൻസിൽ വ്യത്യാസം വരുന്നത്. ഈ രീതിയിലാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് ടിപ്പിക്കലി പറയാം ഇതാണ് വരാക്ടർ ഡയോഡ് മോഡുലേറ്റർ. അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് യൂണിവേഴ്സിറ്റിക്ക് മാറി മാറി ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ 3 തവണയാണ് ഈ ക്വസ്റ്റ്യൻ 10 മാർക്കിന് യൂണിവേഴ്സിറ്റി KTUവിൽ ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ ഒരു തവണ ഡിസ്ക്രൈബ് ദി വർക്കിംഗ് ഓഫ് വരാക്ടർ ഡയോഡ് മോഡുലേറ്റർ ഇൻ FM. 3 ക്വസ്റ്റ്യനും സെയിം ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം? എന്താണ് വരാക്ടർ ഡയോഡ്, അതിൻ്റെ ക്യാര എന്താണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, വരാക്ടർ ഡയോഡ് എങ്ങനെയാണ് നമ്മൾ FM ജനറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്, അതുപോലെ വരാക്ടർ ഡയോഡ് വെച്ചുള്ള സർക്യൂട്ട് വരയ്ക്കണം, അതിൽ ഓരോ കോമ്പണൻറ്റും സ്പെസിഫിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എഴുതാനുള്ളത്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇത് വിട്ട് കളയരുത്. കറക്റ്റ്